എല്ലാ സമുദായത്തിനും നാശമുണ്ട് സഹാബ, എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട് സഹാബ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്താ. വഫിത്നതു ഉമ്മതി അൽമാൽ. സമ്പത്ത് അധികരിക്കുമ്പോ അവർക്ക് അഹങ്കാരമാണ്, ധിക്കാരമാണ്. അള്ളാഹുവിന്റെ ദീനവർ കൈമോശം വരുവയാ. നിസ്കാരമില്ല, ദിക്റില്ല, ഖുർആനോദലില്ല. എന്റെ സമുദായത്തിന്റെ നാശം സമ്പത്താണ്, സമ്പത്താൻ. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. കാശ് കൂടുമ്പോ അവന് നാശം. ആരായി പറഞ്ഞത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് എല്ലാ പേക്കൂത്തുകളും കാണിക്കുന്നത് ആരാ? കാശുണ്ടാവുമ്പോഴാണ്. എന്നാലിപ്പോ പാവപ്പെട്ടവരും തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ലോൺ എടുത്തിട്ടെങ്കിലും പരിപാടി നടത്തണം. പണക്കാർ കാണിക്കുന്ന പോലെ മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, ചുവപ്പ് കല്യാണം, ഇഷ്ടംപോലെ ഡ്രസ്സ്. 3-4 ദിവസം ഉണ്ട് കല്യാണം. അപ്പൊ ആദ്യത്തെ ദിവസം പച്ചയിട്ട് വല്യപ്പോൾ ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക പച്ച. യോയോ 85 കഴിഞ്ഞ് ഇപ്പൊ കുഴിയിലോട്ട് പോകും, എന്നാലും കുഴപ്പമില്ല, യോയോ കളിച്ചിട്ട് പോവാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കണം. പെണ്ണുങ്ങൾക്ക് കാതിലും പച്ച, എല്ലായിടത്തും തലേ തുണി പച്ച, എല്ലാം പച്ചയാണ്. മൊത്തത്തിൽ പച്ചമയ, പച്ച കണ്ണാടി, റാഹത്തായി മൊത്തത്തിൽ ഇറങ്ങി. അന്നത്തെ ദിവസം പച്ചമയായിരുന്നു. പച്ച ലഡു, പച്ച ജിലേബി എല്ലാം ഉണ്ട്. പച്ച കളറിലുള്ള വെള്ളം, മൊത്തത്തിൽ പച്ചമയം. കയറി വരുമ്പോൾ പച്ച ലൈറ്റ്, എല്ലാം പച്ച. എന്നാ പിന്നെ അടുത്ത ദിവസം മഞ്ഞ. മോന്തയ്ക്കെല്ലാം മഞ്ഞ തേച്ച് റാഹത്തായിട്ട്. മഞ്ഞക്കിളി, കുറേ മഞ്ഞക്കിളികളായിട്ട് മഞ്ഞ വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങളും പുരുഷന്മാരും എല്ലാം മഞ്ഞ. കല്യാണത്തിൻ്റെ അന്നാ ഇപ്പം കറുപ്പ്, അതായത് ഏറ്റവും വലിയ രസം. അന്നത്തെ ദിവസം നല്ല കറുപ്പ്, മയ്യത്തിൻ്റെ കളർ ഇട്ടുകൊണ്ട് വരിക റാഹത്ത്, മരിച്ച പോലെ എല്ലാവരും. അപ്പം എല്ലാവരും വന്നു. അപ്പോൾ ഉണ്ട് ഇതാ അയ്യോ അല്ല ഒച്ചപ്പാട് വരെ പെണ്ണ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും നോക്കാം, അന്ന് പെണ്ണിനെ കാണാം റാഹത്ത്. കിളവന്മാർ വരെ നോക്കാണ്, ഇവരുണ്ട് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് പെണ്ണിനെ ഇങ്ങനെ മേളിൽ മയ്യത്ത് കൊണ്ടുവരുന്നവരെ. മയ്യത്തിൻ്റെ മേളിൽ ആ തുണി പിടിക്കണമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇതിപ്പോൾ പിടിക്കുന്ന പെണ്ണിന് മേലില്ല, മയ്യത്താകുള്ളതുകൊണ്ടായിരിക്കും. എന്തായാലും തീരാൻ പോവാണ്, കല്യാണം കഴിയുന്നതോടെ മയ്യത്താവുമല്ലോ, അതിന് മുമ്പേ തുണി പിടിച്ചു കൊടുക്കുക. അങ്ങനെ തുണി ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ പെണ്ണിൻ്റെ മേത്ത് തുണിയില്ല. 3-4 ദിവസം നാട്ടുകാർക്ക് മുഴുവൻ തുണി കൊടുത്തതാകുന്ന പെണ്ണിൻ്റെ വാപ്പ അവസാനം പെണ്ണിന് തുണി കൊടുക്കാൻ മറന്നുപോയി. അവളുടെ മേത്താണ് തുണിയില്ല. പൊക്കിള് വെളിയിൽ, അവിടെ മാറിൻ്റെ അവിടെ വെളിയിൽ, ഇവിടെ വെളിയിൽ തലേ തുണി എല്ലാം കാണാം. അക്കരെ ഇക്കരെ എല്ലാം കാണുന്നുണ്ട്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയാണോ? 5 ദിവസം ഉണ്ടായിരുന്ന കല്യാണം, 5 ദിവസം നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തതാണ്. അവസാനം പുതിയ പെണ്ണ് വന്നപ്പോൾ പെണ്ണിൻ്റെ മേത്ത് തുണിയില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. എന്നാൽ ചെക്കൻ്റെ മേത്തുണ്ടോന്ന് ചോദിച്ചാൽ ചെക്കൻ്റെ മേത്തുകൊണ്ട് നോക്കുമ്പോൾ മൊത്തം കീറിയിരിക്കുക. അസ്സലാമു അലൈക്കും നിക്കാഹിന് വന്ന് ഇരിക്കുകയാണ്. അവൻ്റെ അവിടെ ഇവിടെ എല്ലാം കീറിയിരിക്കുക, മൊത്തം ഹലാക്ക്. അതിനേക്കാളും വലിയ വിഷയം പുതിയ ട്രെൻഡാന്നാണ് പറയുന്നത്. എന്നാൽ ആലോചിച്ച് നോക്ക്. കല്യാണം കൊണ്ട് കഴിയുമ്പോഴേ തുടങ്ങണം ഒച്ചപ്പാടുമ്പോൾ. അവിടുന്ന് 2 പൂക്കുറ്റിയും വരികയാണ്. അത്തീബ് ഉസ്താൻ്റെ തലവഴി റാഹത്ത്. അല്ലാഹു ഇറങ്ങി ഓടിക്കണം. എന്താണ് നമ്മുടെ അവസ്ഥ? എത്ര ഉപദേശിച്ചിട്ടും ഈ സമുദായം നന്നാകുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും ഇത് ചെയ്യാൻ ഈ സമുദായം അതിന് വലിയ താല്പര്യമാണ്. നിങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ളതാകുന്ന നിക്കാഹ് ചെലവ് ചുരുക്കിക്കൊണ്ട് നടക്കലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കോവിഡ് വന്നപ്പോൾ നിക്കാഹ് കിടന്നിട്ടുണ്ട് ഒക്കെ ഹൈറ. കാരണം എന്താ? ആരും വിളിക്കേണ്ട പരാതിയില്ല. വിളിക്കല്ലേ എന്നാ പറയുന്നത്. 2 കൈ കൂപ്പി വിളിക്കല്ലേ. കോവിഡ് എങ്ങാനും പിടിപെട്ടാ തീർന്നു, ആളും മയ്യത്താണ്. ആർക്കും പരാതിയില്ല. ഇപ്പൊ പരാതിയുടെ പരാതിയാണ്. അത് കഴിഞ്ഞുകൊണ്ട് കുറച്ച് നാളൊക്കെ അങ്ങനെ നിന്നു. പിന്നീട് വീണ്ടും എന്താണ്? വിളിച്ചില്ല, ഞങ്ങളെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളായിട്ട് ബന്ധമില്ല, തലാക്കയില്ലേ ഇരിക്കുന്നു. അല്ലാഹു നമ്മളൊക്കെ ആക്കണം. കല്യാണത്തിന് വിളിച്ചില്ല പിന്നെ പടക്കാൻ. ഒരു ശാപ്പാട് കിട്ടാൻ ഇത്രത്തോളം മനുഷ്യൻ ഇത്ര താല്പര്യം വെക്കുന്നത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്തായി ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു ഞങ്ങളുടെ തലമുറകളെ നീ നന്നാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. എത്രയാണ് സഹോദരങ്ങളെ, ഒരു വീട് വെച്ചാൽ ആ വീട്ടിൽ തന്നെ ബാർ കൗണ്ടറാണ്. വീട് പണിയാണ്. ഇപ്പോൾ ഹാജിയാക്കന്മാർ വീട് പണിതിട്ട് വീടിൽ ലിഫ്റ്റ് മറ്റ് സംവിധാനങ്ങൾക്ക് ആയിക്കോട്ടെ, പ്രായമുള്ള ആളുകൾ മുകളിലോട്ട് പോകണം, താഴോട്ട് വരണം. പഴയ കാലഘട്ടമൊന്നുമല്ല. പുതിയ ശൈലിക്കനുസരിച്ചുള്ള വീടുകളൊക്കെ ട്രെൻഡിനനുസരിച്ച് വരട്ടെ. അവനവൻ്റെ സമ്പത്തിനനുസരിച്ച് നല്ല വൃത്തിയുള്ള വീട് പണിതോട്ടെ. അതും വിഷയമല്ല, ഓവറാക്കണ്ട, ഒക്കെ വൃത്തിയായിക്കോട്ടെ.
കൈകാര്യം ഉണ്ടായിക്കോട്ടെ. പക്ഷേ ചില വീടുകളിലൊക്കെ 2ാം നിലയിലും 3ാം നിലയിലൊക്കെ പ്രത്യേക കൗണ്ടർ. അപ്പോൾ നമ്മൾ ഇതെന്താ, നമ്മളോർത്ത് വല്ല ഖുർആൻ വെക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ വല്ല കുത്തുബ്ഖാന തുടങ്ങാൻ ഇവിടെ ഒന്ന് മുത്താല ചെയ്യാന്ന് കരുതി നോക്കിയപ്പോൾ പറയാം അതൊന്നും അല്ല, ബാർ കൗണ്ടറസാണ്. ഇടയ്ക്കാങ്കന്ന് ആഹത്തായിട്ട് വല്ല അടിക്കണമെങ്കിൽ പുറത്തു പോകണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് അവസ്ഥ. നമ്മുടെ കൗമിൻ്റെ വീടിൻ്റെ അവസ്ഥയിലാണ് ഈ പറയുന്നത്. ബാർ കൗണ്ടർ അവന് പെരയ്ക്കകത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആളുകളിലൊക്കെ ഇനി അടിച്ചാലും അടിച്ചില്ലേലും കുഴപ്പമില്ല, ഇടയ്ക്ക് അതിനുള്ള സൗകര്യമൊക്കെ വേണ്ടി വന്നാൽ ഇനി പുറത്തു പോകരുത്, ഇവിടെ തന്നെ റാഹത്തായിട്ട് സെറ്റ് ചെയ്യുക. 5 ഹജ്ജ് ചെയ്ത ഹാജിയാര കാവയുടെ കില്ലയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഉംറ കഴിക്കാത്തുണ്ട്. ഇതാണ് നമ്മുടെ കൗമിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞത് എവിടെ എത്തിപ്പോയി നമ്മൾ ആലോചിച്ചു നോക്കും. നമ്മളിതിന് പ്രചോദനം കൊടുക്കല്ലേ. ഭാര്യ മക്കളൊക്കെ ഒരുമിച്ചിരുന്നിട്ട് വീട്ടിൽ നിന്നിട്ട് നല്ല സൊറയൊക്കെ പറഞ്ഞ് റാഹത്തായിട്ടൊന്ന് അടിക്കുക. ഒരു ക്വാർട്ടർ അടിച്ചില്ലെങ്കിൽ ഹാജിയാർക്ക് ഉറക്കം വരില്ല. 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 4 ഉംറ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാ. പക്ഷേ ഈ നീചവൃത്യം അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഏറ്റവും വലിയ തെറ്റുകുറ്റമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലില്ലയോ, അന്നബി ദർദാ റളിയല്ലാഹു തആല അൻഹു ഖാൽ, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഉറപ്പെടുത്തുകയാണ്, ഔസാനി ഖലീലി, എന്റെ ഉറ്റ ചങ്ങാതിയാകുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ഉപദേശിച്ചതാകുന്ന ഉപദേശങ്ങളിൽ പെട്ടതാണ് ലാ തശ്റബിൽ ഖംറ, അല്ലേ അബൂ ദർദാ, നീ ഒരിക്കലും ലഹരി കുടിക്കരുതേ, നുകരരുതേ. ഫൈന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ മ്ലേച്ഛതയുടെയും എല്ലാ തിന്മകളുടെയും താക്കോലാണ്, താക്കോലാൻ. മാതാവിനോട് സ്നേഹമുണ്ട മനുഷ്യനാണ്, ഉമ്മയോട് വലിയ ഇഷ്ടമുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ തന്നെ ലഹരിക്കടിമപ്പെട്ടതാകുന്ന സമയത്ത് ഉമ്മയേതാ കത്തി കൊണ്ട് ആഞ്ഞു വെട്ടി വെട്ടി നുറുക്കിക്കളഞ്ഞില്ലയോ? ഈ കൊച്ചു കേരളത്തിൽ അല്ലാഹുവേ ആ ഉമ്മയുടെ ദറജ ഉയർത്തണേ അല്ലാ. നൊന്ത് പ്രസവിച്ചതാകുന്ന മാതാവിനെ വാള് കൊണ്ടുവന്ന് വെട്ടി പരിപൂർണമായി ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടവരെ ഇല്ലാതാക്കാൻ ഒരു മകന് കഴിഞ്ഞിടുമെങ്കിൽ അതവന്റെ ലഹരി കൊണ്ടല്ലയോ, ലഹരിയുടെ കാരണമല്ലയോ? ഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ ശർറുകളിലേക്കുമുള്ളതായ താക്കോലാണ്, താക്കോലാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ സമുദായത്തിനും ഈ സമൂഹത്തിലും ഇന്ന് നേർക്ക് നേരെ പുലർന്ന് കാണുകയല്ലയോ? ഈ അടുത്തിടെയുള്ള റോഡ് അപകടങ്ങൾ എത്രയോ ഉണ്ട്. കള്ളു കുടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് അമിതമായ സ്പീഡിൽ യാത്ര ചെയ്ത് അപകടങ്ങൾ വരുത്തിവരിച്ചവരല്ലയോ? എത്രയോ അപകടങ്ങൾ, എത്രയോ സംഭവങ്ങൾ ഈ അടുത്തിടെ ഉണ്ടായി. ഒക്കെ അവസാനം വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു അല്പം അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല, കുറച്ചടിച്ചു. നമ്മുടെ മക്കളൊക്കെ എവിടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഇപ്പൊ ഇന്നലെ നമ്മുടെ ഒരു SI വന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചു. എല്ലാവരും അത് പറയുണ്ടായി അല്ലേ? വളരെ മനോഹരമായ നിലയിൽ അദ്ദേഹം വിഷയം സൂചിപ്പിച്ചു. നമ്മുടെ ജില്ലയിൽ ഇന്നത്തെ അവസ്ഥ കള്ളും ലഹരിയും വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ പുതിയ തലമുറ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഈ സിഗരറ്റ് എന്നറിയപ്പെടുന്നതാകുന്ന ഇലക്ട്രിക് സിഗരറ്റുകൾ ഇന്ന് നമ്മുടെ മക്കളുടെ കൈവശമുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ബാനാണ്. ഈ രാജ്യത്ത് പാടില്ല, ഇന്ത്യ രാജ്യത്ത് അത് പാടില്ലാത്തതാണ്. പുറം രാജ്യങ്ങളിൽ ആളുകൾ ധാരാളം ഉപയോഗിക്കുന്നവരുണ്ട്. ചിലർ ഉപയോഗിച്ചാൽ 6 മാസം വരെ, വേണ്ട 4 മാസം വരെ, ഉപയോഗം അനുസരിച്ച് ചിലപ്പോൾ അതിനനുസരിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ആ ഒരു ഈ സിഗരറ്റ് എന്നറിയപ്പെടുന്ന ഇലക്ട്രിക് സിഗരറ്റ് കാസർഗോഡ് ജില്ലക്കാരാകുന്ന നമ്മുടെ മക്കളുടെ കൈവശം 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ചെറിയ മക്കളുടെ കൈവശം ആര് കൊണ്ടുവന്ന് കൊടുത്തു? ഇത്ര സുലഭമായിട്ട് നമ്മുടെ മക്കളുടെ കൈവശം എങ്ങനെ എത്തി? നമ്മൾ ചിന്തിക്കേണ്ടേ സഹോദരങ്ങളെ. നമ്മൾ കാണുമ്പോൾ ആളുടെ മുഖം നല്ല വെളുപ്പാണ്, പക്ഷെ ഉള്ളു കറുപ്പാണ്. അവന്റെ ഹൃദയത്തിൽ മലിനം കയറിയിട്ടുണ്ട്. മാലിന്യം എങ്ങനെ എത്തി? ഇന്നൽ അബ്ദ ഇദാ കാന അലാ ഖതഇൻ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിലേക്ക് നുക്തത്തൻ സൗദാ, ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒറ്റ തെറ്റ് ചെയ്താൽ തന്നെ
ഫൈൻ സീദ, അതെങ്ങനെ അധികരിച്ചാൽ അവന്റെ ഹൃദയത്തിൽ ആ തെറ്റുകളുടെ വ്യാപ്തി കൂടി ഹൃദയം മുഴുവനും മലിനമായി പോകും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അപ്പൊ അവസ്ഥയിലേക്കാണ്. MDMA എന്നറിയപ്പെടുന്നത് ചെറിയതാകുന്ന പഞ്ചസാരയുടെ തരികൾ പോലെയുള്ള ചെറിയ തരികളാണ്, വെളുത്ത ചെറിയ തരികളാണ്. ഈ തരികൾ ഒരാൾ ഉപയോഗിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ അവൻ അഡിക്റ്റാണ്. അത് ഉപയോഗിക്കുന്നതോടുകൂടി 48 മണിക്കൂർ കഴിയുമ്പോൾ അവ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ അവനത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഉമ്മയെ വേണേ കൊല്ലും, വാപ്പയെ വെട്ടി പരിക്കേൽപ്പിക്കും, സഹോദരങ്ങളെ നിഷ്ഠൂരം കൊലപാതകം ചെയ്യും, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കും, തെറിയും വഴക്കും ഉണ്ടാക്കും, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഉമ്മയുടെ താലിമാല വേണമെങ്കിൽ അടിച്ചു കൊണ്ടുപോയി വിൽക്കും. ഉമ്മ അറിയാതെ. കാരണം ഇവനെന്ത് കിട്ടണം? ഈ സാധനം കിട്ടണം, അതിന് എന്തും ചെയ്യും എന്നർത്ഥം. ആ രീതിയിലേക്ക് അഡിക്റ്റാക്കുന്ന സാധനമാണിത്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ മക്കളുടെ കൈവശം എങ്ങനെ എത്തുന്നു? ആരാണ് ഇതിലേക്ക് അവരെ കൊണ്ടുവരുന്നത്? ഇത് ഉപയോഗിക്കുന്ന മക്കൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? പാവങ്ങളാണ്, ചെറുപ്പക്കാരായ ആളുകൾ, അവരിതറിയുന്നില്ല. സാധാരണ സിഗരറ്റ് വലിക്കുന്നത് പോലെ ചെറുപ്പക്കാരിലൊക്കെ ഉള്ളത് ചെറിയ താമകുന്ന തമാശയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് പോലെ ചിലപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് വരുന്നതാണ്. പക്ഷെ ഇതിന്റെ വ്യാപ്തി വലുതാണ്. എൻ്റെ ചെറുപ്പക്കാരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായി ഇത് ഒഴിവാക്കണം. കാരണം ആ ചെറുപ്പക്കാർ, ഞാനിതിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയ ആ സഹോദരൻ, അദ്ദേഹത്തിന് സ്വബോധം വരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു പോകും. ബോധം വരണ്ടേ? വരുമ്പോൾ ചിന്തിക്കുമ്പോൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ അലി റളിയല്ലാഹു അൻഹു വന്ന് പരാതിപ്പെട്ടു. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സഭ, അതിന്റെ തൊട്ടടുത്ത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കെട്ടിയിട്ടതാണ്. ആ ഒട്ടകത്തെ അക്കാലഘട്ടത്തിലുള്ളതാകുന്ന ആളുകൾ ഇസ്ലാമിൽ കള്ളുകുടി ഹറാമാക്കുന്നത്, നിഷിദ്ധമാക്കുന്നത് 4 ആയത്തുകളിലൂടെയാണ്, ഘട്ടം ഘട്ടമായിട്ടാണ്. അവസാനമായിട്ട് ഇറങ്ങിയ ആയത്താണല്ലോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജുസും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ഈ ആയത്ത് ഇറങ്ങുന്നതോടുകൂടിയാണ്, സൂറത്തുൽ മാഇദയിലെ ഈ ആയത്തോടുകൂടിയാണ് അവസാനമായി കള്ള് നിഷിദ്ധമാണ്, അത് ഹറാമാണ് എന്ന് ആയത്തിറങ്ങുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കണം. ഈ ആയത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ലഹരി നുണഞ്ഞ ആളുകളുണ്ട്. പിന്നീട് അവരിലേക്ക് പരിശുദ്ധമായ ഖുർആന് ശക്തമായ താക്കീത് വന്നപ്പോൾ അവർ പരിപൂർണമായി ഒഴിവാക്കാണ്, എല്ലാവരും ഒഴിവാക്കാണ്. ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങളെന്തേ നിരോധിക്കാനായിട്ടില്ലേ എന്ന് അള്ളാഹുവിൻ്റെ ആയത്ത് വന്നപ്പോൾ ഇന്തഹൈനാ ഇന്തഹൈനാ യാ റബ്ബ്, ഇന്തഹൈനാ യാ റബ്ബ്. ഉമർ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന സഹാബത്ത് വിളിച്ചു പറഞ്ഞു എന്നാണ്, അള്ളാഹു ഞങ്ങൾ നിരോധിച്ചു, ഞങ്ങൾ ഒഴിവാക്കി, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതിനു മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന ഒരു സമയമുണ്ട്, ആ ഒരു കാലഘട്ടം, ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന ഒരു യുഗം. അന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു, ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി നുണഞ്ഞു നോക്കാത്ത വ്യക്തിത്വം, അദ്ദേഹം വന്ന് പരാതി പറഞ്ഞു, നബിയെ, കള്ളിഷാപ്പിന്റെ പരിസരത്ത് കെട്ടിയിട്ടിരുന്ന എൻ്റെ ഒട്ടകത്തെ ചില ആളുകൾ കൂടിയിട്ട് കള്ളു കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവർക്ക് ടച്ചിങ്സ് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ടച്ചിങ്സ് വേണമല്ലോ, നല്ല ബീഫ് കറി കിട്ടുമോ, എരിവുള്ളതാകുന്ന ചിക്കൻ പീസ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അച്ചാറ് കിട്ടുമെന്ന് ചോദിച്ചത്. അപ്പോൾ ടച്ചിങ്സിന് ഇവരെന്ത് ചെയ്തു, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഒട്ടകത്തെ കണ്ടു. ആ ഒട്ടകത്തെ ഇവരങ്ങ് തട്ടി. ആരുടെ ഒട്ടകമായിരുന്നു ഇത്? മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒട്ടകമാണ്. ആളൊന്നും നോക്കുന്നില്ല, ഒട്ടകത്തെ അറുത്തിട്ട് അതിലിങ്ങനെ വിതരണം ചെയ്ത് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു വരുന്നത്. ഭയങ്കര വിഷമമായി. അപ്പം അദ്ദേഹം പോയിട്ട് നബിയോട് പരാതിപ്പെട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ അഹ്ലികാരെ വിളിച്ചു എന്നാണ്. വിളിച്ചിട്ട് അവരുമായി സംസാരിക്കാൻ നോക്കുമ്പോൾ ഒക്കെ 4 കാലയിലാണ്. വർത്താനം പറയാൻ പറ്റൂ? എല്ലാം കള്ളിലാണ്. നബി അപ്പം പറഞ്ഞു, ഇപ്പോൾ എന്നെ പിന്നെ സംസാരിക്കുക, അപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം കള്ളും ലഹരിയുമായി നിൽക്കും, പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. ആ ചെറുപ്പക്കാരൻ ചെയ്തു പോയ തെറ്റ് എന്തുകൊണ്ടാണ്? അവൻ്റെ ലഹരിയിൽ അവൻ ചെയ്തതാണ്.
മദ്യപിച്ച് മതോന്മത്തനായി അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് അതിൽ മതോന്മത്തനായി നിൽക്കുന്നവന് സ്വന്തം ഉമ്മയാണെന്നുള്ള തിരിച്ചറിവില്ല. കാരണം ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ഉമ്മയും ഒത്തിച്ചുകൊണ്ട് പ്രചരിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയാണ്. അവന് ബോധം വരുമ്പോഴുള്ള അവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത് തന്നെയായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ. തങ്ങൾ പറയുന്നുണ്ട്, ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ ലഹരി നുണഞ്ഞാൽ അവൻ്റെ ഉമ്മയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവില്ല. സ്വന്തം ഉമ്മയെ വിഭജിക്കാൻ തുനിയും, സ്വന്തം ഉമ്മയുടെ അനുജത്തിയെ കയറി പിടിക്കും, സ്വന്തം വാപ്പയുടെ പെങ്ങളെ കയറി പിടിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹദീസാണിത്. എത്രയോ ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ സാധിക്കും. ഡസൻ കണക്കിന് ഹദീസുകൾ, ഡസൻ കണക്കിന്. ഈമാൻ തെറ്റിപ്പോകുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണിത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, വിശ്വാസിനിയുണ്ടോ, ഫലാ യശ്റബിൽ ഖംറ, കള്ളു കുടിക്കരുതേ, അവൻ ലഹരി നുണയരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാരകമാകുന്ന MDMA-യും LSD-യും അടക്കമുള്ളതാകുന്ന ഏതെല്ലാം ലഹരിയുടെ ഉൽപ്പന്നങ്ങളുണ്ടോ അതിനോടൊക്കെ വിട ചെല്ലൽ അനിവാര്യമാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, വിശ്വാസിനിയുണ്ടോ, ഫലാ യശ്റബിൽ ഖംറ. തീർന്നില്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ടോ, ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംറു, കള്ള് ഒഴിക്കുന്നതാകുന്ന ഒരു സദസ്സിലേക്ക് നിങ്ങൾ പോകരുതേ, ഇരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. കാസർഗോഡ് ജില്ലയിൽ വലിയതാകുന്ന ഒരു ധനികന്റെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെതാകുന്ന സദസ്സാണ്, കല്യാണത്തിൻ്റെ സദസ്സാണ്. ഏത് സദസ്സായിക്കോട്ടെ, ആ സദസ്സിൽ കള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്ന് അറിവായാൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംറു, ആ സദസ്സിലേക്ക് പോകരുത്, അവിടെ ഇരിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരാണ് നമ്മൾ ഉസ്താദുമാർ പറയും, ബാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കരുത്. ഹോട്ടൽ കാണുമല്ലോ, ഒക്കെ സൂക്ഷ്മത വെക്കുന്നവരുണ്ട്. ഹോട്ടലുകളിൽ തന്നെ ബാർ ഉള്ളതാകുന്ന ഹോട്ടലുകൾ താമസിക്കാൻ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത് കിട്ടിയതേ ഉള്ളൂ, വേറൊരു ആ രാജ്യത്ത് വേറൊന്നുമില്ല, ഒരു രാജ്യത്ത് ഒന്നും ബാർ ഹോട്ടലേ ഉള്ളൂ എങ്കിൽ തീർച്ചയായും നിങ്ങൾ താമസം എത്ര ചുരുക്കാമോ അത്ര ചുരുക്കുക. കുറഞ്ഞ മണിക്കൂറിന് ഒഴിവാക്കിയിട്ട് ക്ഷീണം മതിയാക്കി വേഗം തലാമത്താക്കുക. അത്ര ശ്രദ്ധിക്കണം. ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംറു, കള്ള് വിതരണം ചെയ്യപ്പെടുന്നതാകുന്ന ഒരു മജ്ലിസിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സദസ്സിലേക്ക് പോലും പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഒഴിച്ചു തരുവോ ഇല്ല എന്നുള്ളതല്ല, ആ സദസ്സിൽ പോലും പങ്കെടുക്കാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ. ഈ സമുദായം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ കുടിക്കുന്നില്ല ഉസ്താദ്, അവരെ അവിടെ പാർട്ടിയാണ്, റാഹത്തായിട്ട് ആ പാർട്ടിയിൽ നീ പങ്കെടുക്കരുതെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പാർട്ടിക്ക് പോകണം. അപ്പൊ നിന്നോട് ചോദിക്കും, എന്താ അരിയാരെ കണ്ടില്ലല്ലോ? അല്ല, അവിടെ നിങ്ങൾ അടി അല്ല, അത് ഞങ്ങളല്ലേ, അത് തന്നെ, കുഴപ്പമില്ല, നിങ്ങൾ റാഹത്തായിട്ട് കുടിക്കോളൂ. നാളെ നിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചേർക്കും. ഇന്ന് നീ അവരുടെ കൂടെ പോയിരുന്നു, നീ അവർക്ക് വെച്ചിരിക്കുന്ന മിച്ചറൊക്കെ കഴിച്ച്, ഇല്ല കുടിക്കുന്നില്ല, ഞാൻ കട്ടൻ ചായ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു, ഒരു ജ്യൂസൊക്കെ കുടിച്ചിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ നിനക്കും തോന്നുകയാണ്, ശൈത്താൻ അങ്ങനെ തോന്നിക്കാണ്, ഒരല്പം ഒന്ന് കുടിച്ചാലെന്താ, ഒന്ന് കുടിച്ചോ, കൂട്ടുകാർ നിർബന്ധിക്കും ചെയ്യുമല്ലോ. പട്ടിണി കിടന്നാൽ കൂടെ പൈസ കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവൻ്റെ ദാരിദ്ര്യം മാറ്റാൻ തുനിഞ്ഞില്ലെങ്കിലും കള്ള് കുടിക്കുന്നതിൽ ഷെയർ കൊടുക്കും. അങ്ങനെയാണ് ആ കള്ള് കുടിക്കുന്നവരുടെ ഒരു ശൈലിയാണ്. ശരി, ഒന്ന് കുടിച്ചാണ്, കുടിച്ചോ, ഇന്നത്തെ പൈസ നമ്മൾ കൊടുത്തോളാം, കുഴപ്പമില്ല, ആയത്തെ കുപ്പി അമ്മടെ വക, ബിസ്മില്ല, അടിക്ക്. അപ്പം അത് ആചാരം ഇന്ന് ഫ്രീ കിട്ടിയല്ലേ, റാഹത്തടിച്ചിരുന്ന് അടിച്ചേക്കാം. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാ അധികം ആളുകളും. അല്ല, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇതിന് പ്രത്യേക ആയത്തോ ദിവസം ഇറങ്ങിയിട്ടൊന്നും ഇവർ ഇതിൻ്റെ മഹത്വം പറഞ്ഞിട്ട് പോയൊന്നുമല്ല. ഇത് വെറുതെ കൂട്ടുകാരുമായിട്ട് പോയിരുന്ന് സൊറ പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അടിച്ച എത്ര ആളുകളുണ്ട്, എത്ര കച്ചവടക്കാരുണ്ട്, എത്ര തൊഴിലാളികളുണ്ട്, എത്ര പാവങ്ങളുണ്ട്. കൂട്ടുകാരുടേതാകുന്ന നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒന്ന് തൊട്ടു നോക്കിയതാ, അവസാനം പിന്നെ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല.
അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതങ്ങനെയാണ് പിശാചിന്റെ കരവലയത്തിലേക്ക് ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത റജുലിൻ, ഒരു മനുഷ്യന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ലഹരിയുടെ ഒരു അംശം ഉണ്ട് എങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളു കുടിച്ചു, ലെക്കൊക്കെ മാറിയിട്ടുണ്ട്, ഒക്കെ റെഡിയായിട്ട് തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്, സുബൈയൊക്കെ കരിക്കാൻ ആചാര്യ വന്നിരും. പക്ഷെ ഉള്ളിൽ എന്തുണ്ട്, സാധനം കിടപ്പുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിസ്കാരം കബൂലാക്കൂല. കാരണം നജീസായ സാധനം അവൻ്റെ ഉള്ളിൽ കിടക്കാൻ. നജസ് ഉള്ളിലിട്ടിട്ട് റാഹത്തായിട്ട് വന്ന് നിസ്കരിക്കുക ആചാര്യ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. റാത്തീബിന്റെ മജ്ലിസിൽ വന്നിരിക്കുകയാണ്. ആളുകൾ ആരും അറിയുന്നില്ല എന്ന വിചാരം. എല്ലാവർക്കും അറിയാം ആചാര്യ നല്ലതുപോലെ ഫ്യൂസായിട്ടാണ്, നല്ല അടിച്ച് ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. ആചാര്യർക്ക് മാത്രം അറിയില്ല. ഇങ്ങനെ പിടിച്ചേക്കാം. അസ്സലാമു അലൈക്കും. കള്ളു കുടിച്ചവർക്ക് ഒന്നും കൂടെ സൂക്ഷ്മതയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും ഉസ്താദെ, സുഖം തന്നെയല്ലേ ഉസ്താദെ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു ചെറിയൊരു സദഖ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബക്കറ്റൊന്നും കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വേഗം നിർത്തും. ഇനി ഒരു 5 മിനിറ്റ് കൂടി ദുആ ചെയ്യാൻ പോവാൻ സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് വരിക, പ്രസംഗിക്കാൻ തന്നെ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞില്ല. എത്ര ക്ഷീണത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പനിയും കഫക്കെട്ടും ഒക്കെ നല്ലതുപോലെയുണ്ട്. ആൻറ്റിബയോട്ടിക്, അസിത്രോമിസ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ തല വരുത്തിട്ടായിരിക്കുന്നത്. വേറെ ഹാലാണ്, തീരെ വയ്യ എനിക്ക്. എങ്കിൽ പോലും ഞാൻ ഇത്രയും 400 കിലോമീറ്റർ സഞ്ചരിച്ചിവിടെ വന്നത് 3 മാസം മുമ്പ് ബുക്കിംഗ് എടുത്തു വന്ന് പിന്നെ നാട്ടിലെത്തി. നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും ഇവിടെ വന്നും ദുആ ചെയ്യിപ്പിക്കുക. സാദാത്യങ്ങളും ഉലമാക്കളും ഒക്കെ ഉള്ള മജ്‌ലിസാണ്. ഒരുപാട് സാധാരണക്കാല സ്വാലിഹീങ്ങളായ ആളുകളുടെ മജ്‌ലിസാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് യാത്ര ചെയ്ത് വന്നതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അത്രയേറെ സീരിയസ് മാറ്റർ നാട്ടിലുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് വന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എൻ്റെ ഭാര്യ പോലും ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അവർ പോലും പനി വളരെയേറെ കൂടിയിട്ട് പ്രയാസമായിട്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. പക്ഷേ ഞാനതൊന്നും ഒരു വിഷയമാക്കാതെ ഇങ്ങോട്ട് പോകുന്നത്, അവരുടെ അനുവാദം വാങ്ങി പോകുന്നത്. അതൊക്കെ ഈ സദസ്സിലൊന്ന് ദുആ ചെയ്താൽ അവർക്കൊരു ശമനം കിട്ടും. അതാണ് ഏറ്റവും ഖൈറും. അള്ളാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് അവർക്കും നമുക്കും അള്ളാഹു പരിപൂർണമായി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റുമാറട്ടെ. മോനെങ്ങോ എല്ലാവരും ഒരു സദഖ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ദ്വാരക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇന്ന് ഭക്ഷണം നൽകിയതാകുന്ന കുടുംബം, അവരടക്കം എല്ലാവർക്കും, അഷ്റഫ് എന്ന സഹോദരനടക്കം അള്ളാഹു എല്ലാവർക്കും, ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, ഖൈർ പ്രദാനം ചൊരിയട്ടെ. സത്താർ എന്ന സഹോദരൻ, ഉളയത്തുള്ള സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലിയത്ത് നസീബാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാദികളുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അറേബ്യൻ മുഷ്താഖ് പ്രത്യേകമായി ദുആ, മെക്സിക്കോയുടെ ഓണർ, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് വേണ്ടി, മൊയ്തീൻ എന്ന ഉപ്പാക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ഉപ്പയുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റലി ഉണ്ടാവണം. കുറഞ്ഞ ആയുസ്സേ നമുക്കുള്ളൂ. 30, 40, 50, 60, 70 വയസ്സ് മാത്രമുള്ള ഈ കാലയളവിൽ നമുക്കിപ്പോൾ തന്നെ ആയുസ് വളരെയേറെ ചുരുങ്ങി. ഇപ്പം 30, 40, 50 ഒക്കെ കഴിഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാകുന്ന ആയുസ്സിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ, കുറഞ്ഞ കാലഘട്ടം. താടി രോമമൊക്കെ നരച്ചു, തലയിലെ രോമങ്ങൾ നരച്ചു, കൈകളിലെ രോമങ്ങൾ ഇതാ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാ അസുഖമുണ്ട്. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു, മെമ്മറി പവർ കുറയുന്നു. ഒരു കണ്ണട എവിടെ വെച്ചിട്ടുണ്ട്, എവിടെ നിന്ന് മറക്കുന്നു, എവിടെയോ കൊണ്ട് പേഴ്സ് വെച്ചിട്ടുണ്ട്, ആചാര്യ ഇപ്പോൾ മറക്കാൻ, എല്ലാം പോയി. ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കാൻ, നടുവിനെ ചെറുതായിട്ട് കുഞ്ഞു വന്നു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ മരണത്തിലേക്കുള്ള വിളിയാളമാണ്. നീ ഇതാ പോവാണ്, ദുനിയാവിൽ നിനക്ക് അസ്തമിക്കാൻ. എന്നിട്ടും നമ്മൾ പാപിയായി പോവാണ്, എന്നിട്ടും നമ്മൾ തെറ്റിലേക്ക് പോവാൻ, എന്നിട്ട് നമ്മൾ സിനിമയുടെ ലോകത്തും സീരിയൽ ലോകത്തും സിനിമാക്കാരുടെ ലോകത്തുമായി വിഹരിക്കാൻ.
നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം ഈ അടുത്തിറങ്ങുന്ന സിനിമകളൊക്കെ കോടികളുടെ കണക്കാണ് പറയുന്നത്. അത് കേട്ടിട്ടാണ് നമ്മളെ കൗമ മുഴുവനും ഈ സിനിമ പിടിക്കാൻ ഇറങ്ങുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പൊന്നും അങ്ങനെയല്ല. ഇപ്പം 50 കോടി 100 കോടി 150 കോടി 500 കോടി എന്നൊക്കെ പറയുന്നത് ഒരു വിഷയമല്ല. ഏത് പടം ഇറങ്ങിയാലും കോടിയുടെ കഥ. അപ്പം ആളുകൊണ്ട് തന്നെ പണക്കാരായ ആളുകളൊക്കെ തന്നെ എല്ലാവരും പിന്നെ അത് ചിന്തയാണ്, അവനൊരു സിനിമ പിടിച്ചാൽ ജീവിതം സെറ്റായല്ലോ. അപ്പം നമ്മുടെ ഹാജിയാരൊക്കെ അങ്ങോട്ട് ഇറങ്ങുക, എല്ലാവരും പൈസയായിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങുക. ഒരു 25 കോടിയായിട്ട് പതുക്കെ ഇറങ്ങുകയാണ്. എന്നാ ബിസ്മില്ല ഷെയർ ഇട്ടേക്കാം, വിജയിച്ച റാഹത്തായല്ലോ, സെറ്റാവും. എന്നാലോചിച്ച് നോക്ക്, 2-3 നടിമാരുമായി മുസാഫഹത്തും കിട്ടും. ഹാജിയാറുടെ മുറാദ് ഹാസിലാവും. ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കണം. ഉസ്താദ് മുറാദ് ഹാസിലാണ് ദ്വാരക്കാണ്. ഉസ്താദ് കാര്യമായിട്ട് അറബി വലിയുള്ളവരുടെ കൈ നീട്ടി ദ്വാരക്കാണ്. അള്ളാഹു ഹാജിയാറുടെ മുറാദ് ഹാസിലാകുന്നത്. മുറാദ് ഏതാ? ഇതാണ്, പെണ്ണുമായിട്ട് കൈപിടിക്കുക. ഇതാണ് മുറാദ് ഹാസിലാകുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ കൗമിൻ്റെ അവസ്ഥ. അള്ളാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. പരിപൂർണമായ കാവൽ നീ നസീബാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളേവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും പറയുകയാണ്, സഹാബത്ത് ചോദിക്കുകയാണ്, അവകായിനു ദാലിക യാ റസൂലല്ലാഹ്. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതാകുന്ന ജനങ്ങൾ ഉണ്ടാകുമെന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഹബീബേ? നബി തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ വലുതുണ്ടാകും സഹാബ. അതിനേക്കാൾ വലുത് ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, നന്മയെ തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം കടന്നു വരുമേ. തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടം കടന്നു വരുമേ. ഇത് കേട്ടുകൊണ്ട് സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ ഒരു യുഗമുണ്ടാകുമോ ഹബീബേ? നന്മയെ തിന്മയായി കാണുന്ന കാലഘട്ടം ഉണ്ടാകുമോ? ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, ദിക്ർ ചെല്ലുന്നത്, ഇബാദത്ത് എടുക്കുന്നത് എല്ലാം തിന്മയായി കാണുന്ന ഒരു കാലഘട്ടം കടന്നു വരുമോ? അങ്ങനെ ഒരു യുഗത്തിലേക്ക് എത്തുമോ ഹബീബേ? ശരിയല്ലേ? ഏത് നന്മ ഉപദേശിച്ചാലും അതിനെയൊക്കെ വളച്ചൊടിച്ച് പരിശുദ്ധമായ ദീനിന്റെ അഖിലകാരെ പ്രതിക്കൂട്ടിലാക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗം. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമൊക്കെ എന്താ, ആലിമീങ്ങളെ ഉലമാക്കളെ പൊങ്കാലയിടുകയാണ്. ഉലമാക്കൾക്ക് ദീൻ പറയാൻ പറ്റില്ല. ദീനിന്റെ വാഹകർക്ക്, പണ്ഡിതന്മാർക്ക് ദീൻ പറഞ്ഞാൽ അവരെ പരിപൂർണമായി പൊങ്കാലയിടുകയാണ്. രാത്രിയിൽ ചാനലിൽ നിന്നിട്ട് ചാനയിൽ ചർച്ചയിൽ നിൽക്കുന്നവർ, മോഡറേറ്റർ, അവരെപ്പോഴും നിൽക്കേണ്ടത് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ആരാണോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്നത് അതിന് മുൻതൂക്കം കൊടുക്കലാണ്. പക്ഷെ നേരത്തെ തന്നെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു ആശയവുമായി കടന്നു വന്ന് ഇസ്ലാമികൾക്ക് എതിരുള്ളതാകുന്ന ആദർശവുമായി കടന്നു വന്നുകൊണ്ട് നിൽക്കുന്നതാകുന്ന ശൈലിയാണ് ചാനലുകളിലെ വൈകുന്നേരത്തുള്ള ന്യൂസ് അവറുകളിലെ അധിക മോഡറേറ്റർമാരുടെ അവസ്ഥ. അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഇസ്ലാമിനോട് എതിർപ്പാണ്. എന്നിട്ട് പിന്നെ വെറുതെ ഒരു മുസ്ലിമായ ഒരാളെ പിടിച്ചിരുത്തും, ഒരു മുല്യാരെ പിടിച്ചെടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ 1-2 ആക്ടിവിസ്റ്റീസ്, ഒരു സിനിമാ മേഖലയുള്ളവരുണ്ടാകും, അല്ലാതെ ഒരു സാമൂഹ്യ നിരീക്ഷക എന്നുള്ള നിലത്തിലുണ്ടാവും, ഒരു രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവും. അങ്ങനെ 1-2 പേരൊക്കെ ഇരുത്തിയിരിക്കാൻ എന്തായാലും ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാവും. അതിന് പറ്റിയതാകുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഉസ്താദുമാർ അവരുടേതാകുന്ന ഭാഷണങ്ങൾ വൃത്തിയായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിലൊക്കെ ഇടപെടുകയാണ്. അതല്ല ഞാൻ ചോദിച്ച ഇതാണ്, ഇതാന്നൊക്കെ പറഞ്ഞ് ഇടപെട്ടിട്ട് ആ ചർച്ച എങ്ങനെയെങ്കിലും ഒന്ന് കുളവാക്കി കൊണ്ടുപോകണം. അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതാകുന്ന മറുപടികൾ കൃത്യമായി പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കണം. അത് ജനങ്ങളെ കേൾപ്പിക്കാതെ അത് പരിപൂർണമായി കട്ട് ചെയ്തിട്ട് തിന്മയുടെ വാഹകർ പറയുന്ന വിഷയങ്ങളെയൊക്കെ തന്നെ പർവ്വതീകരിച്ച് അതുമാത്രം ചാനലുകൾ ഊന്നിപ്പറഞ്ഞ് ആലിമീങ്ങളെ തേജോവധം ചെയ്യുന്നതാകുന്ന ശൈലി ഈ ചാനലുകൾ തുടങ്ങിയിട്ട് ഒരുപാടായി. അത് ലോകത്തിന്റെ ഒരു ശൈലി തന്നെയാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിമീങ്ങൾ അങ്ങനെ കൊന്നു തിന്നുന്ന ഒരു സമുദായം ലോകത്ത് കടന്നു വരുമെന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വച്ചതാണ്. യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖിലതു ഇലാ ഖസ്അതിഹാ. മനോഹരമാകുന്ന ഭക്ഷണത്തലികയിലേക്ക് ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ വിശന്നു വരുന്നവർ കൈനീട്ടി ആ ഭക്ഷണം വാരിവലിച്ച് തിന്നാൻ തുനിയുന്നത് പോലെ ലോകം മുഴുവനും മുസ്ലിമിനെതിരെ കടന്നു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ ചാനലുകളിലേതാകുന്ന മാപ്രകളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ സമുദായം മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞു വരുന്നത്,
സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം ഒരുമിച്ചുകൊണ്ടുള്ളതാകുന്ന പരിപാടികൾ പാടില്ല. അവരൊന്നിച്ചിരുത്തിക്കൊണ്ടുള്ളതാകുന്ന പരിപാടികൾ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമാണ്. ഇസ്ലാമിന്റെ ആദർശങ്ങൾ പറയേണ്ടത് ആലിമീങ്ങളാണ്, ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്, മതമേലധ്യക്ഷന്മാരാണ്. അവർ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ കൃത്യമായി അവർ പറയുന്നു. ദലീലുകളുടെ അടിസ്ഥാനത്തിൽ. ദീനല്ലേ പറയുന്നത്? ദീൻ പഠിച്ചവർ പറയണം. രാഷ്ട്രീയം പറത്തിന്റെ അഹലുകാർ പറയണം. ആരോഗ്യത്തിന്റെ വിദഗ്ധർ ആരോഗ്യപരമായ വിഷയങ്ങൾ അവർ സമ്മതിക്കണം. ഡോക്ടർമാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണം. അപ്പൊ ദീനിൻ്റെതാകുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് ഉലമാക്കൾ പറയുമ്പോൾ ആ വിഷയങ്ങൾ വളച്ചൊടിച്ചിട്ട് ഇത് ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളിലേക്കുമുള്ളതാകുന്ന കൽപ്പനയാണ്, ഇതൊരു തിട്ടൂരമാണ്, ഇത്തരത്തിലുള്ള വാദഗതികൾ 2025 പറ്റില്ല എന്ന് പറയുന്ന ശൈലികൾ ഒരു മാപ്രകളും പ്രയോഗിക്കാൻ പാടില്ല. നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ഇന്ത്യ രാജ്യമാണ്, ഇവിടുത്തെ സംവിധാനം ആ നിലയ്ക്ക് മനോഹരമാണ്. എല്ലാ മതത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പരിപൂർണമായി ഉൾക്കൊണ്ട് വളരെ മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിക്കുന്നതാകുന്ന ഒരവസ്ഥാവിശേഷമാണ്. മുസ്ലിമിന് അവന്റെ മതത്തിലും അവന്റെ ആശയങ്ങളും ആദർശങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കുവാനും ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് പ്രബോധനം നടത്തുവാനും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രഭാഷണം നടത്തുവാനും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗങ്ങൾ അവലംബിക്കുവാനും മുസ്ലിമിന് സ്വാതന്ത്ര്യമുള്ളത്. ഏതുപോലെ ക്രൈസ്തവൻ അവന്റെ മതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ഹൈന്ദവൻ അവന്റെ മതങ്ങൾ ആദർശങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കുവാനും മതമില്ലാത്തവൻ അതിനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കുവാനും ഈ രാജ്യത്തിൻ്റെതാകുന്ന ഭരണഘടന അനുമാനിക്കുന്നത് പോലെ മുസ്ലിമിന് അവന്റെ ആദർശങ്ങൾ പറയാം. അത് പറയേണ്ടത് ആലിമീങ്ങൾ അത് പറയുക തന്നെ ചെയ്യും. ഇലാ യൗമിൽ ഖിയാമ പറയുക തന്നെ ചെയ്യും. അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്ന ദീൻ ഒട്ടും തൊട്ടു തീണ്ടാത്ത, തല പോലും മറയ്ക്കാത്ത ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്നലകൾ കഴിഞ്ഞുകൂടിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ വികലമായി ചിത്രീകരിക്കുന്നതാകുന്ന ഏതെങ്കിലും സാമൂഹ്യ നിരീക്ഷകരെ കൊണ്ടുവന്ന് ചാനലിരുത്തിയിട്ട് ഈ പറയുന്നതാകുന്ന മുരിയാന്മാർ മുഴുവൻ പറയുന്നത് മുഴുവനും തെമ്മാടികളാണ്, അവർ പറയുന്ന വാക്കുകൾ മുഴുവനും നിഷിദ്ധമാണ്, ഖുർആനിൽ അങ്ങനെയില്ല, ഹദീസിൽ അങ്ങനെയില്ല എന്ന് പറയുന്ന അത്തരത്തിലുള്ളതാകുന്ന ആളുകളെ നിങ്ങൾ പരിപൂർണമായി തള്ളിക്കളയണം. കാരണം എന്തുകൊണ്ട്? അവർ മുസ്ലിം നാമധാരികളാണ്. ഇസ്ലാമിന്റെ ആദർശങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല. ഈ ആദർശങ്ങൾ കൃത്യമായി പറയുന്നത് ഓരോ സമുദായത്തിന്റെയും നേതൃത്വത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, സമുന്നതരായ ആലിമീങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടതാകുന്ന അണികളോടും സത്യവിശ്വാസികളോടും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ താല്പര്യം വെക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളോടുമാണ്, ഇസ്ലാമിന്റെ അഹ്ലുകാരോടാണ്. അപ്പൊ ഞാനിവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു കള്ളു കുടിക്കരുത്, പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് ഉപദേശിച്ചു കള്ളു കുടിക്കരുത്. ഈ സദസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാകുന്ന വിശ്വാസിനികളിൽ ആരെങ്കിലും ഒരാൾ കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മാറി നിന്നുകൊണ്ട് എന്നെ തെറ്റു പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ് അതിനെ കള്ളു കുടിക്കരുതെന്ന് പറയുന്നത്, അത് ശരിയായ നടപടിയല്ല. അങ്ങനത്തുള്ള ഉപദേശമൊന്നും ഇവിടെ പാടില്ല. കാരണം സർക്കാർ എല്ലാവരും അനുകൂലിക്കുന്നു കള്ളു കുടിക്കുന്നതിന്. കാരണം അതുകൊണ്ടാണല്ലോ ഇവിടെ ബീവറേജുകൾ മുഴുവൻ ഇട്ടത്. അവ മുസ്ലിയാരുടെ പ്രസംഗം ശരിയല്ല എന്നൊരാൾ പറഞ്ഞാൽ അവന് വട്ടാണെന്നാണ് മനസ്സിലാക്കുക ബുദ്ധിയുള്ളവർ. കാരണം എന്തുകൊണ്ടാണ്? മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ ആദർശം പറയാൻ വേണ്ടിയിട്ടാണ് വാളിന്റെ മജ്ലിസ്. അപ്പൊ അവിടെ കൃത്യമായി ആദർശം പറഞ്ഞു കൊടുക്കണം. കള്ളു കുടിക്കരുത്, ഹറാമാണ്, ഖുർആന്റെ താക്കീതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ അത് താറുമാറാകും. ഭൗതികവും അഭൗതികമാകുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് സംശുദ്ധത കൈവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലഹരിമുക്ത ജീവിതം നയിക്കണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം. അത് പറയണ്ടേ? ഇതേപോലെ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ളതാകുന്ന രംഗങ്ങൾ പാടില്ല. നിങ്ങൾ നോക്ക്, മഹത്തായ ഉറൂസാണ് നടക്കുന്നത്. ആ ക്യാമറക്കാരൻ എന്ത് ആളുണ്ടോ? അവിടെ ഉണ്ടോ? ക്യാമറക്കാരനാണോ? ക്യാമറ കാണിച്ചു കൊടുക്കാൻ. ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണ് കാണുന്നുണ്ടോ നോക്ക്, പെണ്ണിനെ കാണുന്നുണ്ടോ നോക്ക്, ഒന്ന് കാണിച്ചു കൊടുക്കും. കാരണം ഇത് കൗമറിയണ്ടേ? സോഷ്യൽ മീഡിയ കാണുന്നവർ കാണും, ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുന്നുണ്ട്. കാരണം ഇതൊക്കെ ബിദ്അത്തിന്റെ ആളുകൾ ഇതൊക്കെ കോട്ട് ചെയ്തിട്ട് ഒളിഞ്ഞും മറിഞ്ഞും തെരഞ്ഞു ഓരോ ദിവസം സദസ്സ് കഴിയുമ്പോൾ മുറിക്ലിപ്പുമായിട്ട് ഇറങ്ങുന്ന കുറേ ഊച്ചാളികൾ നമ്മുടെ സമുദായത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കെളുത്ത മഴയ്ക്ക് വന്നിട്ടുള്ളതാകുന്ന ചില ആളുകൾ അവരിങ്ങനെ ഇതൊക്കെ ചൂണ്ടിയിട്ട് പറയും, കണ്ടില്ലേ അവിടെ അറബി വലിയുള്ളതാണ് ഉറൂസാണെന്നപ്പോൾ അവിടെ പെണ്ണുങ്ങൾ വന്ന് ഇവിടെ പെണ്ണുങ്ങളൊക്കെ മറയിലാണ്. അന്യപുരുഷന്മാർ തമ്മിൽ കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു പരിപാടി പാടില്ല എന്ന് പറയും പണ്ഡിതന്മാർ. ഇലാ യൗമിൽ ഖിയാമ പറയും. അത് ഇസ്ലാമിന്റെ ആദർശമാണ്.
ഇതിനെയൊക്കെ എതിർക്കുന്നതാകുന്ന ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ടതാകുന്ന ബിദ്അത്തിന്റെ ആളുകൾ തന്നെ ഇതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റു മതത്തിന്റെ ആളുകൾ തന്നെ തെറ്റിദ്ധരിക്കാൻ. കാരണം അവർ സിനിമാറ്റിക് ഡാൻസും പല കോഴ്സുകളും ഒക്കെ ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ളതാകുന്ന പരിപാടികൾ നടത്തുന്നതാകുന്ന ചിത്രങ്ങൾ കണ്ടിട്ട്, കണ്ടില്ലേ ഈ സമുദായത്തിന്റെ ആളുകൾപ്പെട്ടവർ തന്നെ ഭിന്നിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഈ സമുദായത്തിൽ ധാരാളമുണ്ട്. അവരെ പ്രത്യേകം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആലിമീങ്ങളെ കൂച്ചുവിലങ്ങിടാൻ ഇവിടെ ഒരാൾ തുനിയേണ്ടതില്ല. ആലിമീങ്ങൾ ദീൻ പറയുക തന്നെ ചെയ്യും. ദീനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതാണ്, ഈ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബിതങ്ങൾ പറഞ്ഞത്, ഇനി ഒരു കാലഘട്ടം വരും, അന്ന് നന്മ ഉപദേശിക്കാൻ ഒറ്റ ഒരാളും ഉണ്ടാവൂല, തിന്മയെ തടയുന്ന ഒരാളും ഉണ്ടാവൂല. ശരിയല്ലേ? ഈ ഒരു വിവാദങ്ങൾ ഇങ്ങനെ ചാനലുകൾ കത്തി നിൽക്കുമ്പോൾ നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെ മുസ്ലിയാർക്ക് വേറെ കാര്യമൊന്നുമില്ല, ഇപ്പം അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആലിമീങ്ങളെ കുറ്റം പറയാൻ, ആര്? സുന്നികളായ നമ്മൾ തന്നെ ഉലമാക്കളെ കുറ്റം പറയാം. അദ്ദേഹം പറഞ്ഞ ആദർശം, ഉസ്താദുമാര് പറഞ്ഞ ആദർശത്തിലുള്ള കാര്യങ്ങൾ കണിച്ചത, എന്തുകൊണ്ട് നമ്മളത് എടുത്തു പറയുന്നില്ല? ആ ആദർശം പറഞ്ഞത് കറക്റ്റാണ്, ദീനാണ് പറഞ്ഞത് എന്ന് നമ്മൾ ചുണയോടുകൂടി പറഞ്ഞില്ല എങ്കിൽ അടുത്ത ഒരു തലമുറ തീർച്ചയായിട്ടും പരിപൂർണമായി നാമവശേഷമാവും. നമ്മുടെ ദീൻ ചർച്ച ചെയ്ത് ചാനലുകൾ തീരുമാനിക്കാനുള്ളതല്ല, മനസ്സിലാക്കണം. ചാനലിരിക്കുന്നതാകുന്ന ആളുകളല്ല ഇവിടെ ദീൻ തീരുമാനിക്കുന്നത്. കാരണം അവർ ദീനിന്റെ വാഹകരല്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല. അവരൊരു തീരുമാനത്തിൽ ഉരുത്തിരിഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തിട്ട് ലാസ്റ്റ് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിക്കാൻ പാടില്ല കേട്ടോ, അതാ വേണ്ടത് എന്ന് പറഞ്ഞാലും ഇവിടെ ദീൻ അങ്ങനെ കളങ്കപ്പെട്ടു പോകുന്നില്ല. ഈ ചാനലുകളുടെ ചർച്ചകൾ കേട്ടിട്ട് അതിൻ്റെ ചർച്ച പര്യവസാനിപ്പിക്കുന്നത് അധികവും മുസ്ലിമീങ്ങൾക്കെതിരിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. കാരണം മുസ്ലിമീങ്ങൾ 6-ാം നൂറ്റാണ്ടിൻ്റെ വാഹകരാണ്. ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്നവർ, അവർ പരിശുദ്ധമായ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിതമല്ല നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ തന്നെ കൂടി വരുന്ന ഒരു യുഗമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, ചിന്തിക്കണം, ആഖിറം നന്നാക്കണം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവസാനം ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങളെത്തും. സഹാബ, കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്. തിന്മ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കും, നന്മ കൊണ്ട് നിങ്ങളെ തടയും. അങ്ങനത്തെ ഒരു യുഗം അവസാനം കടന്നു വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനം എത്തുക, അതാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. തിന്മ കൊണ്ടുള്ളതാകുന്ന കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കും. ഏതാ തിന്മ? ആണും പെണ്ണും കൂടിയിരുന്നോ, ഒരു കുഴപ്പമില്ല എന്ന് നമ്മളോട് പറയാ. ആര്? ചാനലിന്റെ അഹരികാർ, അവർ വിധി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ദീൻ പഠിക്കാത്ത ആളുകൾ അവരിരുന്നിട്ട് ദീൻ പറയുന്ന അവസ്ഥ. ചാനലിലെ ചർച്ചയിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുക. തിന്മ കൊണ്ട് നമ്മളോട് കൽപ്പിക്കുക, എന്നിട്ടോ നന്മ ചെയ്യുന്നതിനെ തൊട്ട് തടയുക. നിങ്ങൾ ആണും പെണ്ണും കൂടിയിരിക്കുക, അത് പാടില്ല, എല്ലാവരും കൂടിയിരുന്ന് ഒരുമിച്ചിരുന്ന് എന്താ കുഴപ്പം എന്ന് പറയുന്നതാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകമെത്തും. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് ഈ സമുദായത്തിൽ പുലർന്നില്ലേ? സഹോദരങ്ങളെ, ചിന്തിക്കുക. അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഈ രാജ്യത്തെയും ഈ സമുദായത്തെയും നീ കാക്കണേ അല്ലാ. പരിശുദ്ധമായ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ലുഅനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൂൻ كانوا لا يتناهون عن منكر فعلوا لبئس ما كانوا يفعلون.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിലൂടെ പ്രവാചകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിലൂടെ ഇസ്രായേലിൽ പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു ശപിച്ചുവത്രേ. അവർ ശപിക്കുകയാണ്. പ്രവാചകന്മാർ ശാപവാക്ക് നൽകുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനതയെ അവർ ശപിക്കുന്നത്? അവർ അല്ലാഹു കൊടുത്തിട്ടുള്ളതാകുന്ന ആദർശങ്ങളിൽ പരിധി വിട്ട് ജീവിക്കുന്നവരാണ്. കാനൂലായ തനാഹൂൻ അമ്മുൻകരിം ഫഅലൂ ലബിസ മാ കാനൂ യഫഅലൂൻ. ഇസ്രായേൽ ജനതയിൽപ്പെട്ടതാകുന്ന ആളുകൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ, കള്ളു കുടിക്കുന്നത് കാണുമ്പോൾ, വ്യഭിചരിക്കുന്നത് കാണുമ്പോൾ, അശ്ലീലതയിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവരെ തടയാതിരുന്നതിന്റെ പേരിൽ അവരെ പ്രവാചകന്മാർ ാകുന്ന ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമും അടക്കം അവരെ ശപിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അഥവാ നന്മകളെ പരിപൂർണമായി ജനങ്ങളിലേക്ക് എത്തിക്കാത്ത കാലഘട്ടം കടന്നു വന്നാൽ, തിന്മകൾ ചെയ്യുന്നതാകുന്ന സമുദായത്തെ അതിനെ തൊട്ട് തടയാതിരിക്കുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അതിൽ തീർച്ചയായും അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമട്ടോ. അല്ലാഹുവിന്റെ മാത്രമല്ല അമ്പിയാക്കളുടെ ശാപമാണ്. ഇസ്രായേലി ജനത തിന്മയിലേക്ക് പോയപ്പോ, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടപ്പോ, അവർ തിന്മയുടെ വക്താക്കളായി കഴിഞ്ഞു പോയപ്പോ, അവരെ തടയാൻ ഒരാൾ പോലും പോകാതെ അവർക്ക് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊണ്ടപ്പോ ആ സമുദായത്തെ മുഴുവനായും ശപിക്കുകയാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ശാപം അവർക്ക് കിട്ടിയതെന്നറിയുമോ? കാനൂ ലാ യതനാഹൂന അമ്മുൻകരിൻ ഫഅലൂ. അവർ ചെയ്തിട്ടുള്ള നീചവൃത്യങ്ങളെ തടയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അവർ കള്ളുകുടിച്ചപ്പോൾ, അവർ വ്യഭിചരിച്ചപ്പോൾ, അവർ മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയപ്പോ അവരെ തടയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അത് കാരണമായിട്ടാണ് അവർക്ക് ശാപവാക്ക് കിട്ടിയതെന്ന് വിശുദ്ധമായ ഖുർആൻ. കുമ്പോളിലുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികൾ കാതുകൊടുത്തുകൊണ്ട് കേൾക്കേണ്ടതാകുന്ന വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകരെ പഠിപ്പിക്കുകയാണ്. ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞതും നന്മ കൊണ്ട് കൽപ്പിക്കുന്ന വിഭാഗമാ, തിന്മ കൊണ്ട് തടയുന്ന വിഭാഗമാണ്. ഏറ്റവും ഉത്തമമായ സമുദായമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകരി. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. എന്തുകൊണ്ടാണ് ഉത്തമമായ സമുദായമായത്? നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാ, തിന്മ കൊണ്ട് വിരോധിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ.